ഈ ഇടയ്ക്ക് ഫോൺ നോക്കുമ്പോഴാണ് സത്യം മനസ്സിലാക്കുന്നത്. ഈ വർഷം തുടക്കം പോയ കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോസ് ഞാൻ ഇടാൻ വിട്ടുപോയി. ഇത് നമ്മുടെ സ്പെയിനിലെ സ്ഥലമാണ്. സിജസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതൊരു കുഞ്ഞു ടൗൺ ആണ് കേട്ടോ. വേണമെങ്കിൽ ഒരു കോസ്റ്റൽ ഏരിയ ടൗൺ എന്നൊക്കെ പറയാം. ഇത് മൊത്തം ഒരു ഏരിയ മൊത്തവും ബീച്ചും ഒരു ഏരിയ മൊത്തവും കുഞ്ഞായിട്ട് ഒരു സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. ആൻഡ് ഇവിടെ വരുന്ന മെജോറിറ്റി ആൾക്കാരും ടൂറിസ്റ്റ് ആയിരിക്കും. ഇവിടെ താമസിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരെ കാണത്തുള്ളൂ. ഏകദേശം ഒരു 4500 അബവ് ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെ ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പിന്നെ ഇതേപോലത്തെ കുറേ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഈ ബീച്ചിൻ്റെ സൈഡിൽ കാണാം. അപ്പോൾ അവിടെ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഏകദേശം പണ്ടത്തെ ഒരു ആർക്കിടെക്ചർ ഇവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഊഹം നമുക്ക് കിട്ടും. പിന്നെ ആസ് യൂഷ്വൽ ബീച്ചിൽ കുറേ നേരം നിന്ന് കാറ്റൊക്കെ കൊണ്ടു. ഒരു 1 ഡേ ട്രിപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോവിന് അധികം പ്രസക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും ഇല്ല. പക്ഷേ എന്നാലും സിജസ് സ്പെയിൻ നിങ്ങളെ കാണിക്കാണ്ടിരിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡ് മൊത്തവും ബീച്ചും ഒരു സൈഡ് മൊത്തവും ഇതേപോലെ ഹോട്ടൽസും കാര്യങ്ങളും കഫേയും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഞാനപ്പം ജസ്റ്റ് കണ്ണാടിയൊക്കെ വെച്ചൊന്ന് സ്മാർട്ടാവാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാനിപ്പം സൈഡിലേക്ക് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഒരു ഏരിയ മൊത്തവും കഫേയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ വെളിയിലൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്രോക്കഡൈലാണ്. ഞാനിങ്ങനെ നോക്കിയപ്പം നല്ല മനോഹരമായിട്ട് മണ്ണ് വെച്ച് ക്രോക്കഡൈലിനെ ഉണ്ടാക്കിയിട്ടേക്കുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ക്യാപ്ചർ ചെയ്തു. ആൻഡ് ഇതാണ് നമ്മൾ നടക്കുന്ന ആ ഒരു ഏരിയ കേട്ടോ. നടക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ നടക്കാനുള്ള ഏരിയയും ഇതാണ്. അപ്പം അവിടെ കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തു. കാറ്റൊക്കെ കൊണ്ട് നല്ല ആവശ്യത്തിന് ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സമ്മറിൽ പോയ ഒരു വീഡിയോ ആണിത്. പിന്നെ പറയാനുള്ളത് ഈ മെയിനായിട്ടത് ഈ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നാണ് നമ്മൾ തിരിച്ചും പോയത്. ആദ്യം നമ്മൾ വന്നപ്പോഴും ഈ ഏരിയയിൽ കൂടെ വന്നായിരുന്നു. ഇവിടെ നല്ല പാട്ട് കേട്ടു. അപ്പോൾ അവിടെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ച്